ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു നാടൻ ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയാലോ. വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഉള്ളി സാമ്പാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ പരിപ്പ് വേവിച്ച് വയ്ക്കണം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഒന്ന് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ച് നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന് വേവിച്ച് ഒരു 2 വിസിലടിച്ചാൽ മതി. അതിനുശേഷം ഫുൾ എയർ പോയതിന് ശേഷം നമുക്ക് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കൽച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ നാടൻ ഫുഡല്ലേ. അപ്പോൾ അതിലേക്ക് കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളി, ഇത് അരിയണ്ട, തൊലി കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് പകുതി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ. അതുകൊണ്ട് പുളിക്ക് വേണ്ടി കുറച്ച് വാളംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സ്മാഷായി വരട്ടെ. അപ്പോൾ അത് നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് സാമ്പാർ പൊടിയാണ്. സാമ്പാർ പൊടി ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി ഇല്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർത്താലും മതി. അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമ്മുടെ പൊടിയുടെയൊക്കെ ഒരു പച്ചവാട മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പുളി, ഒരു 1/4 കപ്പ് പുളി പിഴിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യാനുസരണം പുളിക്ക് വേണ്ടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ പരിപ്പുണ്ട്, അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ചാറിൻ്റെ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അനുസരിച്ച് അത് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു തിള വന്നാൽ മതി കേട്ടോ. ഒരു തിള വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുക് വറുത്തിടാം. കടുക് വറുത്തിടണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കടുക് താളിച്ചാൽ മതി. കുറച്ച് കടുകും ചുലുവയും ഉണക്കമുളകും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടിഫിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഉള്ളി സാമ്പാർ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.